അഞ്ചാമതായി ഇറാഖ്. മെസപ്പൊട്ടോമിയ എന്നും അറിയപ്പെടുന്ന ഇന്നത്തെ ഇറാഖ് പലപ്പോഴും നാഗരികതയുടെ കളിത്തൊട്ടിലെന്ന് വിളിക്കപ്പെടുന്നു. സർഗോണിന്റെ ഭരണത്തിന്റെ തുടക്കമായ BC 2334 നിലവിൽ ലഭിക്കുന്ന ഇറാഖിനെ പറ്റിയുള്ള പ്രാഥമിക കണക്ക്. സർഗോൺ അക്കാഡിയൻ സാമ്രാജ്യത്തിന് കീഴിൽ പ്രദേശത്തെ നഗര സംസ്ഥാനങ്ങളെ ഒന്നിപ്പിക്കുകയും ആദ്യത്തെ സെമറ്റിക് രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. മെസപ്പൊട്ടോമിയ എഴുത്ത് സമ്പ്രദായം, ഗണിതം, സമയക്രമം, കലണ്ടർ, ജ്യോതിഷം, നിയമസംഹിത എന്നിവയുടെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരുന്നു. മെസപ്പൊട്ടോമിയയിലെ മുസ്ലിം അധിനിവേശത്തെ തുടർന്ന് ബാഗ്ദാദ് തലസ്ഥാനവും അബ്ബാസിദ് ഖിലാഫത്തിന്റെ ഏറ്റവും വലിയ നഗരവുമായി മാറി. നിലവിൽ ഇറാഖ് 46 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 30ാമത്തെ രാജ്യമായി മാറി. വെനസുലയ്ക്കും സൗദി അറേബ്യയ്ക്കും ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ എണ്ണശേഖരമുള്ള രാജ്യമാണ് ഇറാഖ് നിലവിൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇറാഖ് ഗണ്യമായ സാമ്പത്തികവും സൈനികവുമായ വളർച്ചയും യുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള അസ്ഥിരതയും അനുഭവിച്ചു പോരുന്നു. 4ാമതായി അർമേനിയ. ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് അർമേനിയ എന്നറിയപ്പെടുന്ന അർമേനിയ പശ്ചിമേഷ്യയിലെ അർമേനിയൻ ഹൈലാൻഡ്സിലെ ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ്.